രാഹുൽ മാങ്കൂട്ടം അഴിക്കുള്ളിൽ തന്നെ തുടരും. ഏവർക്കും സ്വാഗതം. ഇപ്പോഴാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചു എന്ന വാർത്ത കൈരളി ചാനലിൽ കൂടെ എനിക്ക് ദൃശ്യമായത്. അത് ആ ചാനൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ചാനലിൻ്റെ തന്നെ ഏറ്റവും വലിയ നേട്ടം എന്ന സ്വരത്തിലാണ്, വിധത്തിലാണ്, താളത്തിലും ലയത്തിലുമാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് തന്നെ ഒരു പ്രത്യേകതയുള്ള അവസ്ഥയാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും തൽക്കാലം ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിനേക്കാൾ മഹത്തരമായ ഒരു ആശയമാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. രാഹുലിന് ജാമ്യം നിഷേധിച്ചു എന്നത് രണ്ട് വ്യത്യസ്തമായ വിധത്തിൽ കേരളത്തിൽ വീക്ഷിക്കപ്പെടും. അത് ഞാൻ പറയാതെ തന്നെ ഏവർക്കും അറിയാം. ചില കേന്ദ്രങ്ങളിൽ അത് അവരുടെ നേട്ടമായിട്ടും, എന്നാൽ സാമാന്യ ജനത്തിൻ്റെ മധ്യത്തിൽ, ഹൃദയത്തിൽ അത് അവർക്ക് സംഭവിച്ച ഒരത്യാഹിതമായിട്ടും അവരുടെ ഹൃദയം പൊടിയുന്ന അവസ്ഥയുമായിട്ടും അനുഭവപ്പെടും എന്നത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ പ്രത്യേകതയാണ്. അതിൽ തന്നെ ചിന്തനീയമായ വലിയ വലിയ യാഥാർത്ഥ്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കും അന്വേഷണത്തിനുമായി വിട്ടു തന്നുകൊണ്ട്, സാധാരണഗതിയിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പരാമർശിക്കപ്പെടാത്ത വളരെ ആഴമേറിയ ഒരാശയം ഈ തരുണത്തിൽ ഒരിക്കലും നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുവാൻ എൻ്റെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ട് മാത്രം അല്പം സങ്കീർണമായ ഈ ആശയം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാനിപ്പോൾ ശ്രമിക്കുകയാണ്. ആമുഖമായി ഈ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ തിരിച്ചറിവിന് എന്നെ സഹായിച്ചത് എൻ്റെ വായനാശീലമാണ് എന്ന് വെളിപ്പെടുത്തേണ്ടത് എൻ്റെ സത്യസന്ധതയുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇതെൻ്റെ തന്നെ ഒറിജിനൽ ഐഡിയ ആണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രണ്ട് പുസ്തകങ്ങൾ ദയവായി വായിക്കാൻ ശ്രമിക്കുക. ഒന്ന്, ആർതർ കോസ്ലറിൻ്റെ The Act of Creation. The Act of Creation by Arthur Koestler. ആർതർ കോസ്ലർ എന്നെ സംബന്ധിച്ചിടത്തോളം 20ാം നൂറ്റാണ്ടിലെ വലിയ തലയെടുപ്പുള്ള എഴുത്തുകാരിൽ ഒരു വ്യക്തിയായിരുന്നു എന്ന് മാത്രമല്ല, വളരെ നാടകീയമായ വിധത്തിൽ തന്നെ ജീവിച്ച് ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആഴങ്ങൾ കണ്ടെത്തിയ ഒരു ഉദാത്ത ചിന്തകനായിരുന്നു ആർതർ കോസ്ലർ. KOESTLER. പുസ്തകത്തിൻ്റെ പേര് ദ ആക്ട് ഓഫ് ക്രിയേഷൻ. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു അധ്യായം, ആ അധ്യായത്തിൻ്റെ പേര് ഇൻസൈഡ് ദ വെയിൽസ് ബെല്ലി, തിമിംഗലത്തിൻ്റെ ഉദരത്തിനുള്ളിൽ എന്നതാണ് ആ അധ്യായത്തിൻ്റെ പേര്. ദ ആക്ട് ഓഫ് ക്രിയേഷൻ പുസ്തകത്തിൻ്റെ പേര്. പുസ്തകത്തിലെ അധ്യായത്തിൻ്റെ പേര് ഇൻസൈഡ് ദ വെയിൽസ് ബെല്ലി. ഇതാണ് ആദ്യത്തെ പുസ്തകം. രണ്ടാമത്തെ പുസ്തകം ഫ്രീഡ്രിക് ഹെയ്ഗലിൻ്റെ ദ ഏർലി റൈറ്റിംഗ്സ് ഓൺ ക്രിസ്ത്യാനിറ്റി. ഈ രണ്ട് സോഴ്സിൽ നിന്നുമുള്ള സമാനമായ ആശയങ്ങൾ കോർത്തിണക്കി ഏറ്റവും ലളിതമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മെ ഉറക്കത്തിൽ നിന്നോണം വിളിച്ചുണർത്തി നൽകുന്ന ഒരു തിരിച്ചറിവ്, അത് അതിപ്രാധാന്യം അർഹിക്കുന്നതും വിശേഷത ഉള്ളതുമായതിനാൽ കേരളത്തിൽ ചിന്തിക്കാൻ താല്പര്യമുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അനുഗ്രഹമായി തീരുമെന്ന ഉത്തമ വിശ്വാസത്തിൽ ഈ ചിന്തയിലേക്ക് നിങ്ങളെ ഞാൻ സാദരം ക്ഷണിച്ചോളൂ. ആർതർ കോസ്ലറെ കൊണ്ട് തുടങ്ങും. അദ്ദേഹം പറയുന്നത്, വേദപുസ്തകത്തിൽ അദ്ദേഹം ഒരു വിശ്വാസിയല്ല എങ്കിലും
വേദപുസ്തകം പരിചയമുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം പഴയ നിയമത്തിൽ യോനയുടെ പുസ്തകം ദ ബുക്ക് ഓഫ് ജോന, അതിനെ ആസ്പദമാക്കി വളരെ ആഴമേറിയ ഒരു അറിവ് അദ്ദേഹം നേടിയത് ഈ അധ്യായത്തിൽ ഇൻസൈഡ് ദ വെയിൽസ് ബെല്ലി എന്ന അധ്യായത്തിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വേദപുസ്തകത്തിലെ ആ സംഭവം പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് വ്യക്തമായി മനസ്സിലാകാൻ സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കട്ടെ. യോന എന്ന് പറയുന്ന പ്രവാചകനോട് ദൈവം പറയുന്നു, നീ പോയി നാശപട്ടണമായ നിനവയിൽ ദൂതറിയിക്കണം. അത് ആ പട്ടണത്തിലെ ആളുകൾ ലക്കിൽ ലഗാനവുമില്ലാതെ അവിടെ ഇടത് കൈ വലത് കൈയിൽ നിന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ അവിവേകത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുകയാണ്. അവർ നശിച്ചു പോകും. അവർ നശിച്ചു പോകാതെ നേർവഴിയിലേക്ക് തിരിച്ചു വരേണ്ടതിന് ജീവന്റെ മാർഗം ഉപദേശിച്ചു കൊടുക്കാൻ നീ അവിടെ മധ്യത്തിൽ പോകണമെന്ന് പറയുമ്പോൾ പോകാമെന്ന് ഏറ്റിട്ട് പ്രവാചകൻ അതത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് വിചാരിച്ച് കപ്പലിൽ കയറി പോകാനായ കാര്യം, പക്ഷേ കയറിയ കപ്പൽ മനഃപൂർവ്വം നേരെ എതിർ ദിശയിലേക്ക് പോകുന്നതായിരുന്നു. നിനവയ്ക്ക് പോകുന്നതിന് പകരം തർശീസിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്തപ്പോൾ കാറും കോളും വന്നു, കടലിളകി, കപ്പൽ മുങ്ങുമാറായി. അപ്പോൾ പരിഭ്രാന്തരായ തൻ്റെ സഹയാത്രികരോടും കപ്പലിലെ കപ്പിത്താനോടും പറഞ്ഞു, ഞാൻ മുഖാന്തരമാണ് നിങ്ങൾക്ക് ഈ വിനയം ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞുകൊള്ളൂ, അപ്പോൾ കടൽ ശാന്തമായി തീരും. അങ്ങനെ അവർ എറിഞ്ഞു. അങ്ങനെ കടലിലേക്ക് എറിയപ്പെട്ട യോനയെ തിമിംഗലം വിഴുങ്ങി. ഈ തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ ഇനിയുമാണ് ശ്രദ്ധിക്കേണ്ടത്. തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ യോന 3 ദിവസം കഴിക്കേണ്ടി വന്നു. എന്നാൽ 3-ാം ദിവസം ഈ തിമിംഗലം യോനയെ നിനവയുടെ കരയിൽ കൊണ്ട് ഛർദ്ദിച്ചു. അവൻ മരിച്ചില്ലായിരുന്നു, ജീവനുണ്ടായിരുന്നതുകൊണ്ട് എഴുന്നേറ്റ്. അവന് നിയോഗിക്കപ്പെട്ട ദൗത്യം അവൻ വളരെ സാമർഥ്യത്തോടെ നിർവഹിച്ചു. നിനവ എന്ന പട്ടണം മാനസാന്തരപ്പെട്ടു. അവർ അപകടം ഒഴിവാക്കി. ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഈ സംഭവത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് ആർതർ കോസ്റ്റർ ഞാൻ പരാമർശിച്ച പുസ്തകത്തിൽ പറയുന്നത്, ലോകത്തിൽ ഇത് വളരെ മനോഹരമായ ആശയമാണ്. ആശയങ്ങളോട് താല്പര്യമുള്ളവർ ഇത് കേട്ടാൽ മതിമറന്നു പോകും. എനിക്കത് സംഭവിച്ചതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഞാൻ ദീർഘകാലങ്ങൾക്ക് മുമ്പ് വായിച്ച പുസ്തകമാണെങ്കിലും ഇപ്പോഴും അത് വളരെ കൃത്യമായി എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ യോനയുടെ തിമിംഗലത്തിൻ്റെ വയറ്റിലായിരിക്കുന്ന അവസ്ഥ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അത് പ്രതീകാത്മകമാണ് എന്ന്, ആക്ഷരികമല്ല എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ഈ തിമിംഗലത്തിൻ്റെ വയറ്റിലായിരിക്കുന്ന അവസ്ഥ എന്നത്? പ്രതീകാത്മകമായി നമ്മെ അറിയിക്കും. അതായത് ഒരു ശവക്കുഴിയിൽ ഇട്ട് മൂടി വെച്ചതുപോലെ എനിക്കിനി നാളെ ഒന്നും ഒരു സാധ്യതയില്ല. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ പ്രതിസന്ധിയാണ്. എനിക്കിതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ സാധ്യമല്ല എന്ന വിധത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായി എൻ്റെ ജീവിതം ഇതാ അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ കൂരിരുൾ താഴ്വരയിൽ കാലും കൈയും കെട്ടപ്പെട്ടവനായി, എല്ലാം നശിച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി ഈ അവസ്ഥയിലാണ് എന്ന ഒരു സാഹചര്യം. ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ അവൻ എല്ലാ പ്രതീക്ഷകളും നശിച്ച് അവൻ തകർച്ചയുടെ ആ അടിവാരത്തിലായിരിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കാനാണ് ഈ പ്രവാചകനെ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കൊണ്ടുവച്ച് ആ ഒരു അവസ്ഥ സൃഷ്ടിച്ചത് എന്നാണ് സെക്യുലർ ചിന്തകനായ, മതേതര ചിന്തകനായ ആർതർ കോസ്റ്റ്ലറിൻ്റെ വാദം. അതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പോൾ ആ ഒരവസ്ഥ ഇത് മനസ്സിൽ കുറിക്കാം. ഇനി നാം ഫ്രെഡറിക് ഹെയ്ഗലിലോട്ട് തിരിയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിനോട് സമാനമാണ്, പക്ഷെ അത്ര സമാനമാണെന്ന് തോന്നുകയില്ല. എങ്കിലും അദ്ദേഹം പറയുന്നത് ലോകത്തിലുള്ള എല്ലാ യുവാക്കന്മാർക്കും യുവതിമാർക്കും, ഇതിപ്പോൾ ആർതർ കോസ്റ്റ്ലർ പറയുന്ന എല്ലാ മനുഷ്യർക്കും എന്നാണ്. എന്നാൽ ഹെയ്ഗൽ അതല്ല പറയുന്നത്. ഹെയ്ഗൽ പറയുന്നത് എല്ലാ യുവാക്കന്മാർക്കും. ഇത് പറയുന്നതിന് മുമ്പ് ഹെയ്ഗലിന്റെ മനസ്സിലിരിക്കുന്ന ചിത്രം, അതും വേദപുസ്തകത്തിൽ നിന്നാണ്. അതാ രസം. യേശു പറഞ്ഞൊരു ഉപമയില്ലേ, അതായത്
മുടിയനായ പുത്രന്റെ ഉപമ അത് മനസ്സിൽ വെച്ചുകൊണ്ട്, എന്നാൽ അത് വെളിപ്പെടുത്താതെയാണ് ഹെഗൽ ഇവിടെ എഴുതുന്നത്. അദ്ദേഹം പറയുന്നത് ലോകത്തിലുള്ള എല്ലാ യുവതി യുവാക്കന്മാർക്കും അവർ ആയിരിക്കുന്ന നല്ല അവസ്ഥ വിട്ടിട്ട് അവർക്ക് അല്പം പോലും പരിചിതമല്ലാത്ത ദൂരദേശത്തേക്ക് പോകേണ്ട ഒരാവശ്യമുണ്ട്. ഉള്ളിൽ അടക്കാനാവാത്ത ഒരു പ്രവണതയുണ്ട്. സാമാന്യ ജീവിതത്തിൽ നിന്ന് അവർക്ക് ഇന്ന് വരെ പരിചിതമായ അവസ്ഥയിൽ നിന്ന്, അവർക്ക് ജന്മനാ ലഭിച്ച സാഹചര്യങ്ങളിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന്, ഭവനത്തിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന്, ജീവിത രീതിയിൽ നിന്ന്, സന്മാർഗബോധത്തിൽ നിന്ന്, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരവസ്ഥയിലേക്ക് പോകാനുള്ള ആവശ്യം അവർക്കുണ്ട്. ഹെഗൽ ഉപയോഗിക്കുന്ന വാക്ക് താല്പര്യമുണ്ടെന്നുള്ളതല്ല, അത് വളരെ ശ്രദ്ധിക്കണം. അതിനെ ദേ ഹാവ് എ നീഡ് എന്നാണ് പറയുന്നത്. നീഡ്, ഡിസയർ എന്നല്ല പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടെ പോയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ബോധം കഷ്ടപ്പാടിൽ കൂടെ, അരിഷ്ടതയിൽ കൂടെ, പ്രതിസന്ധിയിൽ കൂടെ, നരകതുല്യമായ യാതനയിൽ കൂടെ പൂർണ്ണമായി ഉണരുകയും വികസിക്കുകയും തൽമൂലം സംജാതമാകുന്ന തിരിച്ചറിവിൽ കൂടെ വീണ്ടും ഭവനത്തിലേക്ക് മടങ്ങി വന്ന് ഒരു പുതിയ ദർശനത്തോടെ തൻ്റെ പൂർവ്വ അവസ്ഥയിൽ പ്രവേശിച്ച് അതിമനോഹരമായ വിസ്മയജനകമായ ജീവിതം നയിക്കുവാനും നേട്ടങ്ങൾ കൈവരിപ്പാനും സേവനങ്ങൾ അർപ്പിക്കുവാനും സാധ്യമാകുകയുള്ളൂ എന്ന് ഫ്രീഡറിക് ഹെഗൽ HEGEL എഴുതിയിരിക്കുന്നതും ഈ സമയത്ത് വളരെ പ്രസക്തമാണ്. ഇനിയും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് വേണം എൻ്റെ എളിയ അഭിപ്രായത്തിൽ നാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കാൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്നോട് കോപിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചത് നല്ലതാണ്, നല്ലതാണ്, നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞു വന്ന ആശയം രാഹുൽ മാങ്കൂട്ടത്തിന് പ്രസക്തമാകുമെങ്കിൽ ഇന്നേ ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കും. കുറഞ്ഞ പക്ഷം 3 ദിവസത്തിനകം ജാമ്യം ലഭിക്കണം. ഈ ആദർ കോസ്ലറും ഫ്രീഡറിക് ഹെഗലും പറഞ്ഞ ആ തത്വമില്ലേ, അത് മനുഷ്യരാശിയുടെ അടിത്തട്ടിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ അടയാളപ്പെടുത്തുന്ന ഈ എന്താ പറയുക, നിരീക്ഷണങ്ങൾ, ഒബ്സർവേഷൻസ്, ഇൻസൈറ്റ്സ്, ഉൾക്കാഴ്ചകൾ, ആഴത്തിൻ്റെ ഉൾക്കാഴ്ചകൾ, അവ ലോക യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടണം. അപ്പം അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ താൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ പ്രവാചകനായ യോന എപ്രകാരമാണ് തിമിംഗലത്തിൻ്റെ വയറ്റിലായിരുന്നപ്പോൾ അവൻ്റെ അതുവരെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ അവസ്ഥയുള്ള ആത്മാർത്ഥമായി അവൻ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞത്, ആത്മാർത്ഥമായി അവൻ്റെ മറുതലിപ്പിൻ്റെ വ്യാപ്തി, അതിലുള്ള അപകടം അവൻ തിരിച്ചറിഞ്ഞത്, തന്മൂലം അവന് ദൈവം ഉദ്ദേശിച്ചിരുന്ന ദൗത്യം നിർവഹിക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം അവനെ ആകമാനമായി ഭരിച്ചത്, അതുമൂലം അവനൊരു പുതിയ വ്യക്തിത്വത്തിലേക്ക് പ്രവേശിച്ചത്. അതുപോലെ തന്നെ ഈ 3 ദിവസം കാരാഗ്രഹത്തിൽ കിടക്കുന്നതോടുകൂടെ അത് എളുപ്പമല്ല, അത് വേദനയുടെ നെല്ലിപ്പലകയിലുള്ള അവസ്ഥയാണെന്നൊക്കെ നമുക്കറിയാം. ഇതൊന്നും ലഘൂകരിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, ഒന്നും ചിന്തിക്കാതെ അല്ല സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവല്ലയിലെ കോടതി ജാമ്യം നിഷേധിച്ചത് നല്ലതാണ്, നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷേ അത് നല്ലതാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ല, ഞാനല്ല, നിങ്ങളല്ല, രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. ഈ ദിവസങ്ങൾ, ഈ മണിക്കൂറുകൾ, ആ നല്ല യുവാവ് തെറ്റായ വഴിയിൽ സഞ്ചരിച്ചു എന്നാരോപിക്കപ്പെടുന്ന ആ യുവാവ് ഈ 3 ദിവസം, ഈ ഉള്ള സമയം തൻ്റെ ആത്മാവിനോടുള്ള സംവാദത്തിനും ഈ സമൂഹവും സംസ്കാരവും അവന് നൽകിയ
മിഥ്യയുടെ ലോകത്തിൽ നിന്ന് അല്പം ഒന്ന് വേറിട്ട് സനാതനമായ സത്യങ്ങളെ കണ്ടെത്തുന്ന, അവയുമായി ഏറ്റുമുട്ടുന്ന, അവനോട് തന്നെ കുരിശുയുദ്ധം നടത്തുന്ന ഒരു അനുഭവത്തിൽ അവനായിത്തീരട്ടെ. അതിന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, സാധാരണ ഉപയോഗിക്കുന്ന വാക്കല്ല. എനിക്ക് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് ആരെയും ഇംപ്രസ് ചെയ്യാൻ താല്പര്യമില്ല. ഞാനത് ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതെൻ്റെ പരിപാടിയല്ല. അത് വളരെ തരം താണ പണിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഈ തരുണത്തിൽ അത് വളരെ പ്രസക്തമായതുകൊണ്ട് സാമാന്യ പരിചയമില്ലാത്തൊരു വാക്ക് ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ പേര് സൈക്കോമേക്കിയ എന്നാണ്. PSYCHOMACHIA, സൈക്കോമേക്കിയ. ചിലപ്പോൾ അത് സൈക്കോമാക്കിയ എന്നും പ്രൊനൗൺസ് ചെയ്യും. അത് സാരമില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അസഹനീയമായ വേദനയിൽ കൂടെ ഒരു വ്യക്തി ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ പിറവി നേടിയെടുക്കുന്നു, ഒരു പുതിയ വ്യക്തിയായിത്തീരുന്നു. അത് മനുഷ്യ ജീവിതാവസ്ഥയിലെ ഏറ്റവും അത്ഭുതാവഹവും ഏറ്റവും മഹനീയവും ഏറ്റവും നന്മ പ്രദാനം ചെയ്യുന്നതുമായ ഒരനുഭവമാണ്. പക്ഷെ അത് സംഭവിക്കുമ്പോൾ അത് മരണതുല്യമായ അവസ്ഥയാണ് എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ പരിണിത ഫലം. ഇനിയും ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് വെളിപ്പെടുത്താനുള്ള ഒരു ചരിത്ര സത്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ലോകത്തിലുള്ള തലയെടുപ്പുള്ള ഒട്ടുമുക്കാലും എല്ലാ നേതാക്കന്മാരും കാരാഗ്രഹത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നെൽസൺ മണ്ടേല 27 വർഷങ്ങളാണ് കാരാഗ്രഹത്തിൽ കിടന്നത്. മഹാത്മാഗാന്ധി ആകട്ടെ, ജവഹർലാൽ നെഹ്റു ആകട്ടെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച നല്ല നല്ല ആരാധ്യരായ വ്യക്തികളാകട്ടെ, ഇവരെല്ലാം കാരാഗ്രഹം കണ്ടതാണ്. ഞാൻ ആ കാരാഗ്രഹത്തിൽ പോയിട്ടില്ല. പക്ഷെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന സ്വാമി അഗ്നിവേഷ് അനേക തവണ കാരാഗ്രഹത്തിൽ പോയി. അദ്ദേഹം എമർജൻസി കാലത്ത് 14 മാസം കാരാഗ്രഹത്തിൽ കിടന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കാരാഗ്രഹത്തിൽ പോയി ജാമ്യം നിഷേധിച്ചു, അല്ലെങ്കിൽ വെളിയിലിറങ്ങാൻ വന്നില്ല, അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ പ്രശ്നമാണെന്ന് തോന്നുമെങ്കിൽ, എന്നാൽ അത് യഥാർത്ഥത്തിൽ തൻ്റെ ഭാവിയുടെ അവസ്ഥയിൽ വലിയ അനുഗ്രഹമായി തീരത്തക്കവണ്ണം അതിനെ കൈകാര്യം ചെയ്യാനുള്ള ആന്തരികമായ ശക്തിയും ബൗദ്ധികമായ പക്വതയും രാഹുലിനുണ്ടോ ഇല്ലയോ എന്ന് ഈ കേരള സമൂഹത്തിനാകമാനം എന്നേക്കുമായി വിശ്വസനീയമായ വിധത്തിൽ വെളിപ്പെടുത്തേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആജീവനാന്തം ഈ ഭാരതത്തിലെ യുവതി യുവാക്കന്മാർക്ക് സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എല്ലാ യുവതി യുവാക്കന്മാരെയും ഹൃദയത്തോട് ചേർത്ത് സ്നേഹിച്ച് അവരെ പഠിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സായുജ്യമാണ് എന്നെപ്പോഴും അറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ വളരെ കഴിവും വലിയ സാധ്യതയുമുള്ള ഈ നല്ല യുവാവ് നാശത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് ഉയരട്ടെ എന്നാത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ തല ഉയർത്തുന്നത് എന്നുകൂടെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഏതായാലും കൈരളി ചാനൽ കാണുന്നത് പോലെ അല്ല ഞാൻ ഈ സാഹചര്യത്തെ കാണുന്നത്. സാധാരണ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വൈകാരികമായ നിലപാടെടുക്കുന്ന ആളുകൾ കാണുന്നത് പോലെയുമല്ല ഞാനിത് കാണുന്നത്. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. അതുകൊണ്ടാണ് ആ വ്യത്യസ്തത ജനത്തിന് മനസ്സിലാകാൻ പല വിധത്തിൽ ഇത് അവതരിപ്പിക്കേണ്ട നിർബന്ധമുള്ളത് കൊണ്ടാണ് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, അനേക വീഡിയോകൾ ഒന്നിനു പുറകെ ഒന്നായി തുരുതുര ഞാൻ ഈ വിഷയത്തെപ്പറ്റി നിർമ്മിച്ച് നിങ്ങളുമായി പങ്കിടുന്നതിൻ്റെ കാരണം ഇപ്രകാരമുള്ള കാഴ്ചപ്പാടുകൾ, ഇപ്രകാരമുള്ള ഉൾക്കാഴ്ചകൾ, ഇൻസൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, നിങ്ങൾക്ക് സാധാരണ ഒരു മാധ്യമത്തിൽ നിന്നും വേണ്ട ന്യൂസ് പേപ്പറുകളിൽ നിന്ന് പോലും ലഭിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടും ഇപ്രകാരമുള്ള തിരിച്ചറിവുകൾ കൊണ്ട് മാത്രമേ മനുഷ്യർക്ക് പ്രയോജനമുള്ളൂ എന്നതുകൊണ്ടുമാണ്. ദയവായി അതുകൊണ്ട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇപ്രകാരമുള്ള സദ്യകളിൽ, മനസ്സിൻ്റെ സദ്യകൾക്ക് നിങ്ങൾ അല്പം ക്ഷമയോടെ നിങ്ങളുടെ സമയം മാറ്റിവെച്ച് അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഗുണഫലം പൂർണ്ണതോതിൽ പ്രാപിപ്പാൻ നിങ്ങൾ കൂട്ടാക്കുകയും ചെയ്യണമെന്ന് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും
ഈ സംസ്ഥാനത്തെ നാളിതുവരെയും നെഞ്ചിലേറ്റ് നടന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ഏതാനും ദിവസങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സർവശക്തനായ ദൈവം ഈ അവസ്ഥയെ, ദുരവസ്ഥ, അപമാനം, മുറ്റു നിൽക്കുന്ന അവസ്ഥയെന്ന് ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഈ അവസ്ഥയെ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പുതിയ അവസ്ഥയിലേക്ക് ആ യുവാവ് കടന്നു വരുന്ന ആ മനോഹരമായ സാധ്യതയെ സ്വപ്നം കണ്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഈ തരുണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാതാവിനോടുള്ള എൻ്റെ എളിമയാർന്ന സഹാനുഭൂതി അറിയിച്ചുകൊള്ളുന്നു. അവർക്ക് ഈ യാതന അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം ശക്തി കൊടുക്കട്ടെ, അറ്റുപോകാത്ത പ്രത്യാശ നൽകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. നമസ്കാരം.